ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിൻ്റെ നെക്സ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഷുഡ് പ്ലസ് V1 ആണ്. അതായത് നമ്മളിപ്പോൾ ഒരുപാട് ഓക്സിലറീസ് പഠിച്ചു അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ഷാൾ എന്ന് പറയുന്ന ഒരു ഓക്സിലറി കൂടെ ഉണ്ട്. വില്ലിന് പകരമായി നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആരും അങ്ങനെ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് ആ ഒരു ടോപ്പിക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഷാൾ യൂസ് ചെയ്യുന്ന എല്ലാ സിറ്റുവേഷനിലും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? വില്ല് യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്കവിടെ ഷാളിനെ മാറ്റി വയ്ക്കാം. ഈ ഷാളിൻ്റെ പാസ്റ്റാണ് എന്ത്? ഷുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഷുഡിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് V1 ആണ്. ഈ ഷുഡ് പൊതുവായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് ചെയ്യണം, പറയണം, ഞാൻ ചെയ്യണോ, ഞാൻ പറയണോ, ഞാൻ എടുക്കണോ എന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ. അപ്പം അതിന് നെഗറ്റീവ് പോസിറ്റീവൊക്കെ ആ ഒരു രൂപത്തിൽ അങ്ങനെ വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷുഡ് യൂസ് ചെയ്യുന്നത്. അതായത് മസ്റ്റിൻ്റെ ഒക്കെ ആ ഏകദേശം മീനിങ്, അതുപോലെ തന്നെ ഹാവ് ടു ഒക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ്. അതായത് അത് നിർബന്ധിത ഘട്ടം, നീ അത് ചെയ്യണം എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം? ഐ ഷുഡ് ടു, നീ അത് ചെയ്യണം, നീ അത് പറയണം, ഇങ്ങനെ പറയാറുണ്ടല്ലോ. അപ്പോൾ ഐ ഷുഡ് സേ അല്ലെങ്കിൽ ഐ ഷുഡ് ടെൽ, നീ അത് പറയണം, ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷുഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് നോക്കാം. നീ അവളെ വിളിക്കണം എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, അപ്പോൾ നമുക്കൊരാളോട് റിക്വസ്റ്റ് ചെയ്യണം അല്ലേ. നീ അവളെ വിളിക്കണം എന്ന് പറയുകയാണെങ്കിൽ യു ഷുഡ് കോൾ ഹർ, നീ അവളെ വിളിക്കണം. നീ അവളോട് ചോദിക്കണം എന്തെങ്കിലൊരു കാര്യം. ഇപ്പോൾ നമുക്കങ്ങനെ പറയണമെങ്കിൽ നീ അവളോട് ചോദിക്കണം എന്നിങ്ങനെ പറയുക. യു ഷുഡ് ആസ്ക് ഹർ, നീ അവളോട് ചോദിക്കണം. നീ അവനെ കാണണം എന്നുള്ളതൊരു നിർബന്ധമായൊരു കാര്യമാണ്. നീ അവനെ കാണുക തന്നെ വേണം. ഇങ്ങനെ പറയുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഷുഡ് യൂസ് ചെയ്യുക. നീ അവനെ കാണണം. യു ഷുഡ് സീ ഹിം, നീ അവനെ കാണണം. പിന്നെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ, ഞാൻ അവിടെ പോകണോ, ഷുഡ് ഐ ഗോ ദർ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. ഇപ്പം നമ്മൾ ഒരുപാട് ഓക്സിലറി യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് പഠിച്ചു അല്ലേ. അപ്പം നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ചോദിക്കാറുണ്ട്, ഞാൻ അവിടെ പോകണോ, ഷുഡ് ഐ ഗോ ദർ. അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് രണ്ടാമതും ഷുഡ് ഫസ്റ്റിലായിട്ടും വരുന്നത് നമ്മുടെ നിയമം പോലെ തന്നെയാണ്. നമ്മളിങ്ങനെ ചോദിക്കുകയാണ്, ഞാൻ തന്നെ അവളെ കൊണ്ടുവരണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, അതായത് ഇപ്പം കുറേ ആളുകൾ വീട്ടിലുണ്ട്. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ തന്നെ അവളെ കൊണ്ടുവരണോ, വേറെ ആരുമില്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടല്ലോ. അപ്പോൾ ഞാൻ തന്നെ എന്ന് പറയുന്നത് അവിടെ ഷുഡ് ഐ ബ്രിങ് അല്ലേ. കൊണ്ടുവരിക ബ്രിങ് ആണ്. അപ്പോൾ ബ്രിങ്ങിൻ്റെ ഫസ്റ്റ് ഫോം ബ്രിങ് തന്നെയാണ്. അപ്പം ഷുഡ് ഐ ബ്രിങ് ഹർ, ഞാൻ അവിടെ കൊണ്ടുവരണോ. ഇനി തന്നെ എന്നെടുത്ത് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മളിവിടെ മൈസെൽഫ് എന്ന് യൂസ് ചെയ്യണം. അതായത് ഐയുടെ ഒരു പ്രോനൗൺ ആണ് അല്ലേ, മൈസെൽഫാണ്. അപ്പോൾ ഷുഡ് ഐ ബ്രിങ് ഹർ മൈസെൽഫ്. അപ്പോൾ അതിന് റിപ്ലൈ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം കേട്ടോ, യുവർ സെൽഫ് ഷുഡ് ബ്രിങ് ഹർ. അതായത് നീ തന്നെ അവളെ കൊണ്ടുവരണം എന്ന് പറയുകയാണെങ്കിൽ യു ആണ്. അപ്പോൾ യുവിൻ്റെ പ്രൊനൗണായി നമ്മൾ യൂസ് ചെയ്തത് തന്നെ എന്ന് പറയാൻ വേണ്ടിയിട്ട് യുവർ സെൽഫാണ്. അപ്പം യുവർ സെൽഫ് ഷുഡ് ബ്രിങ് ഹർ, നീ തന്നെ അവളെ കൊണ്ടുവരണം. അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് അങ്ങനെ പറയാം. ഇനി ചോദിക്കുകയാണ്, ഞാൻ ഇപ്പോൾ അവരോട് ചോദിക്കണോ എന്ന് ചോദിക്കുകയാണെങ്കിലോ, ഞാൻ ഇപ്പോൾ അവരോട് ചോദിക്കണോ, ഷുഡ് ഐ, ഞാൻ ചോദിക്കണോ, ഷുഡ് ഐ ആസ്ക് ദം അല്ലേ. ഷുഡ് ഐ ആസ്ക് ദം നൗ, ഞാൻ ഇപ്പോൾ അവരോട് ചോദിക്കണോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഷുഡ് യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യണോ എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മളവിടെ ഷുഡ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിന് നെഗറ്റീവ് പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ പറയുമോ, ഇപ്പോൾ ഒരു സെൻറ്റൻസ് പറയാം, നീ ഇപ്പോൾ അങ്ങോട്ട് പോകേണ്ട അല്ലേ, നീ ഇപ്പോൾ അങ്ങോട്ട് പോകാൻ പാടില്ല. ഇങ്ങനത്തെ ഒരു പാടില്ല, അത് ചെയ്യാനേ പാടില്ല, അങ്ങനെ നിർബന്ധിത ഘട്ടമുണ്ടല്ലോ. അവിടെ നമുക്ക് ഷുഡ് യൂസ് ചെയ്ത് പറയാം, നീ ഇപ്പോൾ അങ്ങോട്ട് പോകരുത്, അല്ലെങ്കിൽ നീ ഇപ്പോൾ അങ്ങോട്ട് പോകേണ്ട, നീ ഇപ്പോൾ അങ്ങോട്ട് പോകരുത്, പോകാൻ പാടില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നെഗറ്റീവ് സെൻറ്റൻസ് ആണല്ലോ, നീ ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട, നീയാണ്. യു ഷുഡിൻ ഗോ ദർ നൗ, അതായത് ഷുഡിൻ്റെ കൂടെ നമ്മൾ നോട്ട് ആഡ് ചെയ്യും. അപ്പോൾ അതിനെ ഷോർട്ട് ആക്കുമ്പോൾ യു ഷുഡിൻ ഗോ ദർ നൗ, നീ ഇപ്പോൾ അങ്ങോട്ട് പോകേണ്ട അല്ലെങ്കിൽ പോകരുത് എന്ന് പറയാം. ഇനി
നീ ഇപ്പോൾ ഈ ജോലി ചെയ്യേണ്ട, നീ ഇപ്പോൾ ഈ ജോലി ചെയ്യേണ്ട എന്ന് പറയുകയാണെങ്കിലോ നീ തന്നെയാണ് സബ്ജക്റ്റ്. യു ഷുഡിൻറ്റ് ചെയ്യുക ഡു ആണ്. അപ്പം യു ഷുഡിൻറ്റ് ഡു ദിസ് വർക്ക് നൗ എന്ന് പറയാം, അല്ലെങ്കിൽ യു ഷുഡിൻറ്റ് ഡു ദിസ് ജോബ് നൗ എന്ന് പറയാം അല്ലേ. ഇനി ഇതിൻ്റെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ സിമ്പിളാണ് അല്ലേ. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ അവളെ വിളിക്കേണ്ടതില്ലേ, അതായത് ഞാനിപ്പോൾ അവളെ വിളിക്കാൻ പാടില്ലേ എന്ന് ചോദിക്കാറുണ്ടല്ലോ അല്ലേ. ഇപ്പോൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മളിങ്ങനെ പറയാറുണ്ട്, നീ ഇപ്പോൾ അവളെ വിളിക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ ചോദിക്കും, ഞാനിപ്പോൾ അവളെ വിളിക്കേണ്ടതില്ലേ അല്ലേ, അല്ലെങ്കിൽ സമയമായിട്ടില്ല. അപ്പോൾ നമ്മൾ ചോദിക്കും, ഞാൻ ഇപ്പോൾ അവളെ വിളിക്കേണ്ടതില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഷുഡിൻറ്റ് ഐ കോൾ ഹർ നൗ, ഷുഡിൻറ്റ് ഐ കോൾ ഹർ നൗ, ഞാനിപ്പോൾ അവളെ വിളിക്കേണ്ടതില്ലേ. നമ്മൾ അവനെ സഹായിക്കേണ്ടതില്ലേ, നമ്മൾ അവനെ സഹായിക്കേണ്ടതില്ലേ അല്ലേ, ഇങ്ങനെ ചോദിക്കാറുണ്ടല്ലോ. നമ്മളാണ് സബ്ജക്റ്റ്. ഷുഡിൻ ബി ഹെൽപ്പ് ഹിം, നമ്മൾ അവനെ സഹായിക്കേണ്ടതില്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുന്നതും നെഗറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്നതും സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നതും ഒക്കെ. ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യനാണ്, നീ ആ ജോലി ചെയ്യേണ്ടിയിരുന്നില്ലേ, നീ ആ ജോലി ചെയ്യേണ്ടിയിരുന്നില്ലേ. നെഗറ്റീവ് ക്വസ്റ്റ്യന് ഷുഡിൻ്റെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. ഈ ഒരു സെൻറ്റൻസ് മസ്റ്റായിട്ടും കമൻറ്റ് അറിയിക്കുക. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.